അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട ഹബീബുമാരെ, നമ്മുടെ ഹസന ഉംറ സംഘം നിലവിൽ പരിശുദ്ധമായ ഹറമിലെ മക്ക ക്ലോക്ക് ടവറിലെ കാഴ്ചകൾ കാണാനും അതുപോലെ തന്നെയാണ് പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ ഏറ്റവും മുകൾ വശത്തേക്ക് മത്താഫിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോയി അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണാനും വേണ്ടി ഇന്ന് ഇറങ്ങിയതാണ്. ക്ലോക്ക് ടവറിലെ ലിഫ്റ്റുകൾ നമുക്കറിയാം, വിശാലമായ ലിഫ്റ്റാണ്. നമ്മുടെ ഒരു ബാച്ച് മുഴുവനും ആ ലിഫ്റ്റിൽ കൊണ്ടു. അത്ര വിശാലതയുള്ള ലിഫ്റ്റാണ്. ക്ലോക്ക് ടവറിൻ്റെ മുകളിൽ 9-ാം നിലയിൽ സ്ത്രീകൾക്കും 10-ാം നിലയിൽ പുരുഷന്മാർക്കും നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് എന്ന് മാത്രമല്ല, ആ ഒരു നിസ്കാര സൗകര്യത്തിൽ അവിടുന്ന് നമുക്ക് മനോഹരമായ രീതിയിൽ പരിശുദ്ധമായ ഹറമിനെ കാണാം. ഇതാണ് പുരുഷന്മാരുടെ പള്ളി. ഈ പള്ളിയുടെ ആ ലാസ്റ്റ് അവസാന വിൻഡോയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായ രീതിയിൽ ഹറമിനെ കാണാം എന്നുള്ളത് വസ്തുനിഷ്ഠമായ ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം എത്ര മനോഹരമാണ് ഇതുവഴി കാണുന്ന ഹറമെന്ന്. കണ്ടില്ലേ, പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൻ്റെ മുകൾ വശമാണ് ഈ കാണുന്നത്. ഇത് മുഴുവനും കണ്ടത് താഴെ ജമാഅത്തിന് ഒരുപാട് പേർ നിൽക്കുന്നുണ്ട്. മസ്ജിദുൽ ഹറാമിൻ്റെ മുകൾ വശം എത്ര മനോഹരമായ രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മസ്ജിദുൽ ഹറാമിൻ്റെ മുകളാണ് എന്നുള്ളത് കൊണ്ട് അവിടെ വേസ്റ്റ് ആയിട്ടില്ല. അവിടെയും നിസ്കരിക്കാനും അതുപോലെ തന്നെ ഈ ഇഅ്തികാഫ് ഇരിക്കാനും എല്ലാത്തിനും ആളുകളുണ്ട്. ഈ ഫ്രണ്ടിൽ കാണുന്ന കിങ് അബ്ദുൽ അസീസ് ഗേറ്റ് അവിടെ ഉള്ളത് കൊണ്ടാണ് പരിശുദ്ധമായ കഅബാലയം ഇവിടം വെച്ചുകൊണ്ട് കാണാത്തത്. ഇവിടുന്ന് ഈ ക്ലോക്ക് ടവറിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പ്രിയപ്പെട്ട ഹാജ് ഉപ്പമാരും ഉമ്മമാരെല്ലാവരും അത് കണ്ട് ആസ്വദിക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലല്ലോ. പരിശുദ്ധമായ ഹറമിൽ ഞങ്ങൾ ദുഹറിൻ്റെ അസുറിൻ്റെ സമയത്തായിരുന്നു ഇങ്ങോട്ട് വന്നിരുന്നത്. അങ്ങനെ അസുർ ജമാഅത്തിന് അന്ന് ഇവിടെ നമ്മൾ ക്ലോക്ക് ടവറിലാണ് കൂടിയിരുന്നത്. അസുർ ജമാഅത്തിൻ്റെ മുമ്പ് കാഴ്ചകളെല്ലാം കണ്ടു, വേണ്ടുവോളം ആസ്വദിച്ചു. പരിശുദ്ധമായ ഹറമിൻ്റെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കാൻ ഈ ഒരു കാഴ്ചകൾ വളരെയധികം ഉപകാരപ്പെടും. അങ്ങനെ ജമാഅത്തിന് കൂടിയ പള്ളിയുടെ വിശാലതയാണ് കാണുന്നത്. നമ്മൾ താഴെ നിന്ന് ക്ലോക്ക് ടവറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര വിശാലമായ പള്ളിയൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം അത്ര വലിയ പള്ളിയാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ മഹല്ല് ജുമാ മസ്ജിദ് ഉള്ളതിനേക്കാളും വലുപ്പമുണ്ട് ഈ ഒരു ഫ്ലോർ ഈ പള്ളിയുടേത്. നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരെല്ലാവരും ജമാഅത്തെല്ലാം കഴിഞ്ഞു. അങ്ങനെ അവിടുന്ന് തിരിച്ചു പോരുകയാണ്. ഇത് ക്ലോക്ക് ടവറിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇപ്പം നമ്മളെല്ലാവരും ഉള്ളത്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് പരിശുദ്ധമായ ഹറമിലേക്ക്. ഇനി നമുക്ക് കാണേണ്ടത് ഹറമിലേക്കുള്ള മത്താഫിൻ്റെ മുകളിലേക്കുള്ള വഴിയാണ്. അസുർ ജമാഅത്തിന് മത്താഫിൻ്റെ മുകളിൽ കൂടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അങ്ങോട്ട് പോകുന്ന വഴികൾ അവിടുത്തെ ഷുർത്തകൾ ക്ലോസ് ചെയ്തു. ആയതിനാൽ അപ്പോൾ കാണാൻ കഴിഞ്ഞില്ല. പിന്നീട് ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് തന്നെ പോവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരെല്ലാവരും നല്ല നിഖാബെല്ലാം ധരിച്ചു പോകുന്ന ഈ ഒരു വസ്ത്രധാരണ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം തന്നെയാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകമായി പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ മത്താഫിൻ്റെ മുകളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നിലവിൽ മസ്ജിദുൽ ഹറാമിൻ്റെ മുകളിലാണുള്ളത്. ഇനി മത്താഫിൻ്റെ മുകളിലേക്ക് ചെറിയൊരു ക്രോസ് ചെയ്യാണ്ട് എങ്കിലേ അവിടെ നമുക്ക് മത്താഫിൻ്റെ മുകളിലേക്ക് എത്തുകയുള്ളൂ. ഇത് മസ്ജിദുൽ ഹറാമിൻ്റെ മുകൾ വശം. കാണാത്തവർക്ക് വേണ്ടി പറയുകയാണ്, നല്ല മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ ജമാഅത്തിന് നമുക്ക് കൂടാം. ഇവിടെ ഈ ഇഅ്തികാഫ് വേണമെങ്കിൽ ഇരിക്കാം. സംസം ഇഷ്ടം പോലെ സുലഭമാണ്. ഇവിടെ വുളു എടുക്കാൻ സൗകര്യമുണ്ട്. ബാത്റൂം സൗകര്യം മാത്രം ഇല്ല എന്നാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. ഏതായാലും മത്താഫിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ ക്രോസ് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ നേരെ മത്താഫിൻ്റെ മുകളിലേക്ക് എത്തുക. അതായത് മസ്ജിദുൽ ഹറാമിൻ്റെ മുകളിൽ നിന്ന് ഇതുപോലെ ക്രോസ്. ഇപ്പം മത്താഫിൻ്റെ മുകളിലെത്തി. കണ്ടില്ലേ, തവാഫ് മുകളിലും ഏറ്റവും മുകളിലും തവാഫ് നടക്കുന്നുണ്ട്. ടോട്ടൽ 6 സ്റ്റെപ്പുകളായിക്കൊണ്ടാണ് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ തവാഫ് നടക്കുന്നത്. അതിൽ ഒരു സ്റ്റെപ്പാണിത്. കണ്ടില്ലേ, ഇതിന് മുകളിൽ വെച്ചുകൊണ്ട് കാണുന്ന മനോഹരമായ കാഴ്ച പരിശുദ്ധമായ മത്താഫ് ഫുൾ ജാമാണ്, തിരക്കാണ്. ആ തിരക്കുള്ള ഒരു ഭയങ്കര എന്തുകൊണ്ടും കണ്ണിന് കുളിർമേകുന്ന ഒരു കാഴ്ചയാണ്. നല്ല തിരക്കാണെങ്കിൽ പോലും നല്ല ഒരു ഫ്ലോയിൽ ഇങ്ങനെ എല്ലാവരും തവാഫ് മുടങ്ങാതെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധമായ കഅബാലയം കൺകുളിർമേ സാധാരണ താഴെ നിന്നാണല്ലോ കാണാറുള്ളത്. ഇത് മുകളിൽ നിന്ന് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അത് പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും എല്ലാവരും കാണാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഫോട്ടോ അലൗഡാണ്, ഫോട്ടോ എടുക്കുന്നതിന് കുഴപ്പമില്ല.
താഴെയാണെങ്കിൽ നമുക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ല. ഇവിടെ ആകുമ്പോൾ അത് അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ല. അങ്ങനെ വേണ്ടുവോളം പരിശുദ്ധമായ കഅബാലയത്തെ ഞങ്ങൾ കണ്ടു. ഈ കാണുന്ന ഹജറുൽ അസ്വദിൻ്റെ ഭാഗമാണ്, കണ്ടില്ല, ആ കോർണറിൽ ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്ത് അവിടുത്തെ തിരക്ക് പിന്നെ പറയണ്ടല്ലോ, എപ്പോഴും അവിടുത്തെ തിരക്കുകൾക്ക് യാതൊരു കുറവും ഉണ്ടാവാറില്ല. അങ്ങനെ തിരക്കുകൾ മുടങ്ങാതെ ഉണ്ടാകുന്ന സ്ഥലമാണ് ഹജറുൽ അസ്വദിൻ്റെ സ്ഥലവും. അതുപോലെ തന്നെ റുക്കുൽ യമാനിൻ്റെ ആ ഭാഗവും. റുക്കുൽ യമാനിൻ്റെ ഭാഗം അത്ര തിരക്ക് ഉണ്ടാവാറില്ല എങ്കിലും ഏതായാലും പരിശുദ്ധമായ കഅബാലയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കഅബാലയത്തിൻ്റെ ഇടതുവശം താഴെ കാണുന്ന വെള്ള റൗണ്ട് ഷേപ്പിൽ കാണുന്നതാണ് ഹിജറു ഇസ്മായിൽ. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വീട് നിന്നിരുന്ന സ്ഥലം എന്നൊക്കെ പറയപ്പെടുന്നു. ഏതായാലും അവിടെ ആ ഹിജർ ഇസ്മായിൽ പരിശുദ്ധമായ കഅബാലയത്തിൽപ്പെട്ടതാണ്. ഹിജർ ഇസ്മായിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു പരിശുദ്ധമായ കഅബാലയത്തിൽ നിസ്കരിച്ച അതേ പ്രതിഫലമാണെന്ന് മഹാന്മാർ പറയുന്നതായി കാണാം. ഏതായാലും നമ്മൾ മുകളിൽ നിന്നുകൊണ്ട് കുറേ നേരം കാഴ്ചകൾ കണ്ടു. എത്ര കണ്ടിട്ടും നമുക്ക് കൊതി തീരുന്നില്ല, അവിടുന്ന് പോരാൻ തോന്നുന്നില്ല. അതായിരുന്നു ഞങ്ങളുടെ അന്നത്തെ അനുഭവം ഉണ്ടായിരുന്നത്. ആണ് മറ്റൊരു കാഴ്ച കണ്ടത്. ഒരു പോലീസുകാരന് ഒരു കുഞ്ഞിനെടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊടുക്കാനില്ല. പോലീസുകാർ കുറേ ആൾക്കാർ നല്ല സ്വഭാവമുള്ളവരുണ്ട്. അങ്ങനെ കുഞ്ഞിനെടുത്ത് ഫോട്ടോ എടുക്കാൻ കൊടുക്കുന്നു. ഈ കാണുന്ന ഹിജർ ഇസ്മായിൽ, ഞാൻ പറഞ്ഞ പരിശുദ്ധ കഅബയുടെ ഇടതുവശം കാണുന്ന ഫ്ലോറിൽ കാണുന്ന ഹിജർ ഇസ്മായിൽ, അതിന് നേരെ മുകളിൽ കാണുന്ന ഗോൾഡ് കളർ, അതാണ് നമ്മുടെ മീസാബുൽ കഅബ, സ്വർണ്ണപ്പാത്തി എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഹിജർ ഇസ്മായിൽ നിസ്കരിക്കാൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവസരം ഉണ്ടാവാറുണ്ട് സാധാരണ. പക്ഷേ നിലവിൽ നമ്മുടെ ഈ ബാച്ച് പോയ സമയത്തും ഇതിന് മുമ്പ് പോയ സമയത്തും ഇതിന് ശേഷം വന്ന ബാച്ചിലൊന്നും അവസരം ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കാണുക എന്നുള്ളത് തന്നെ വലിയൊരു തൗഫീഖാണല്ലോ. ആ ഒരു തൗഫീഖ് എന്ന് കണ്ടുകൊണ്ട് വേണ്ടുവോളം കണ്ട് സന്തോഷത്തോടെ കാഴ്ചകൾ കണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരെല്ലാം. ഇത് ഹസന ഉംറ സർവീസ് മാത്രമല്ല, ഒരുപാട് പേരുണ്ട് കേട്ടോ കാഴ്ചക്കാരും കൊണ്ട് വരുന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു. ഇനി അവിടെ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിപ്പിച്ചു. പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ വീഡിയോ കാണുന്നവരെ, നിങ്ങൾ നമ്മുടെ വീഡിയോക്ക് തരുന്ന സപ്പോർട്ട് മാത്രമാണ് നമുക്ക് ഈ വീഡിയോ എടുക്കാനുള്ള ഊർജ്ജമെല്ലാം. കാരണം ഇതെല്ലാം നമ്മുടെ യാത്രയുടെ കൂടെ മുദീറായി പോവുക, അവരുടെ കൂടെ ഞാൻ തന്നെ വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക. ഇവരെല്ലാവരും റെസ്റ്റ് എടുക്കുമ്പോൾ എഡിറ്റ് ചെയ്തു അങ്ങനെ അപ്ലോഡ് ചെയ്യുക, ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകൾക്കൊക്കെ നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു